നമ്മുടെ ഉമ്മത്തിൽ നിന്ന്, ഈ സമുദായത്തിൽ നിന്ന് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ചില ആളുകളെ എണ്ണി എണ്ണി പറഞ്ഞ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു പറഞ്ഞു. അള്ളാഹുവിന്റെ തൃപ്തി നേടാനും പരലോകത്തിനും വേണ്ടി ഉപയോഗിക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. യഥാർത്ഥ ബുദ്ധിമാൻ സ്വന്തം ശരീരത്തെ വിചാരണയ്ക്ക് വിധേയമാക്കി മരണാനന്തര പ്രവർത്തനത്തിന് വേണ്ടി പണിയെടുക്കുന്നവനാണ്. ഇന്നത്തെ ദിവസം എന്നിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ആഖിറത്തിലേക്ക് സഹായകമായി വന്നു, ഇനിയുള്ള കാലത്ത് എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, എൻ്റെ ശരീരം കൊണ്ട്, എൻ്റെ സമ്പത്ത് കൊണ്ട്, എൻ്റെ കുടുംബം കൊണ്ട്, എൻ്റെ സഹവാസം കൊണ്ട്, എൻ്റെ ഇടപാട് കൊണ്ട്, എൻ്റെ ജോലി കൊണ്ട്, എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, എൻ്റെ സമീപനം കൊണ്ട് തുടങ്ങി എല്ലാ മേഖലകളിലും മരണാനന്തര ജീവിതത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം പ്രവർത്തിക്കുന്ന മനുഷ്യനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അല്ലെങ്കിൽ പിന്നെ നമ്മളും ബാക്കിയുള്ളവരൊക്കെ സമല്ലേ. ദുനിയാവ് അല്ലാഹു തആല ഏറ്റവും കൂടുതൽ നൽകിയത് എല്ലാ കാലഘട്ടത്തിലും നമ്മൾ നോക്കുമ്പോ അത് മുഅ്മിനീങ്ങൾക്കല്ല. നമ്മൾ ദുനിയാവിന്റെ പിന്നാലെ പാഞ്ഞു പോകേണ്ട ആളുകളല്ല. ദുനിയാവിൽ നിന്ന് നമുക്ക് അനുവദിച്ചതുണ്ട്, അത് നല്ല ബർക്കത്തോടെ സ്വീകരിക്കുകയും നട്ടു വളർത്തുകയും പുഷ്പിക്കുകയൊക്കെ ചെയ്യണം. തെറ്റായ വഴികളിലൂടെയുള്ള സമ്പാദ്യം നമുക്ക് പറ്റിയതല്ല എന്നുള്ളത് നമ്മുടെ ദീനിന്റെ ഒരു നിയമമാണ്. ഇന്ന് ആളുകൾക്ക് ആ വിഷയം പറഞ്ഞാൽ കുറച്ച് ബേജാറാ. കാരണം പൈസക്ക് പൈസ വാങ്ങുന്ന ഒരു സമാനിലാണ് നമ്മളുള്ളത്. കമ്പനി പൊട്ടിപ്പോകുമ്പോഴാണ് പിന്നെ ദ്വേർക്കാൻ വേണ്ടി വന്ന് പറയാം. അങ്ങനെ ഓല് കൊടുത്ത മാസം ഓല് കൊടുത്ത ലക്ഷക്കണക്കിന് ഉറുപ്പ്യക്ക് ശതമാനം കണക്ക് കൂട്ടിയിട്ട് 2500, 3000 അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. കൊടുക്കുന്ന ആളടുത്തേക്ക് കൊടുക്കാഞ്ഞ് വേറെ കിട്ടാതിരുന്നപ്പോ അയാൾ പതുക്കെ സ്ഥലം കാലിയാക്കി മലേഷ്യക്കോ ആസ്ട്രേലിയക്കോ പെട്ടെന്നൊന്നും അങ്ങനെ ഒറ്റ വിസ കയറി എത്താൻ കഴിയാത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയി. അവിടേക്ക് പോകാൻ വേണ്ടി നേരത്തെ ജോലിയൊക്കെ റെഡിയാക്കി നിൽക്കുകയാണ്. കാരണം ഇതിന്റെ അവസാനം എന്താണെന്നറിയില്ലല്ലോ. അങ്ങനെയാണ് ആളുകൾ ചെയ്യുന്നത്. പല ഭാഗത്തുനിന്നും പെങ്ങന്മാരെയും പെണ്ണുങ്ങളെയൊക്കെ പണ്ടം വാങ്ങി വിറ്റിട്ട് അവിടെ ഏൽപ്പിക്കണം. 10 ലക്ഷം, 1 ലക്ഷത്തിന് 2 റുപ്യ, 2000 റുപ്യ. അപ്പൊ അത് കണക്ക് കൂട്ടിയിട്ടും കൊണ്ട് കിട്ടുകയാണ് മാസം 20,000 റുപ്യ. ജോലിക്കൊന്നും പോണ്ടല്ലോ, നല്ല ലാഭല്ലേ, എളുപ്പത്തിൽ കിട്ടില്ലേ. ചെറിയ ഒരു മാർഗം, ചുളിഞ്ഞ ഒരു മാർഗത്തിലൂടെ സമ്പത്ത് സംഭരിക്കാമായിരുന്നുവെങ്കിൽ ചെറിയ ഒരു രൂപത്തിലെങ്കിലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം കൊടുക്കുമായിരുന്നു. മദീന സൂക്കിലൂടെ, മാർക്കറ്റിലൂടെ നടന്നു പോകുന്ന തങ്ങൾ ഒരു ദിവസം ഗോതമ്പും മറ്റും ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന ഒരു കടയുടെ മുന്നിലെത്തി. ഒരു സ്വഹാബിയാണ് കച്ചവടം ചെയ്യുന്നത്. കൂമ്പാരക്കണക്കിന് വെച്ച ആ കൂമ്പാരത്തിലേക്ക് തങ്ങളൊന്ന് കൈയിട്ടു. അപ്പൊ അതിന്റെ വിരലിന്റെ ഭാഗങ്ങളൊക്കെ നനഞ്ഞു തങ്ങളെ. അവിടുന്ന് ചോദിച്ചു, ഇതെന്താ നനവ്? മേലെ നനവ് കാണുന്നില്ലല്ലോ, അടിയിലാണല്ലോ നനവ്. അപ്പൊ വിൽപ്പന നടത്തുന്ന സ്വഹാബി പറഞ്ഞു, ഇന്നലെ മഴ പെയ്തപ്പോ കുറച്ചു ഭാഗം നനഞ്ഞപ്പോ ഞാനത് അടിയിലേക്ക് വെച്ച് നനയാത്തത് മുകളിലിട്ടതാണ്. തങ്ങൾ പറഞ്ഞു, എന്താ നനഞ്ഞ മുകളിലിട്ടാല്? നിങ്ങളുടെ ഈ മുകളിൽ കണ്ട ഈ ഗോതമ്പ് കണ്ടിട്ടല്ലേ ആളുകൾ വാങ്ങുന്നത്? താഴെ കാണുന്നത് കണ്ടിട്ടല്ലല്ലോ. നിങ്ങളത് കൊടുത്തിട്ട് അവർ വീട്ടിലെത്തുമ്പോ എന്നെ പറ്റിച്ചല്ലോ എന്ന് അവർക്ക് തോന്നിപ്പോയാൽ നിങ്ങൾ ഈ കൊടുത്തത് വലിയ ഇടങ്ങേറാവൂലേ? ബാക്കിയുള്ളത് ആൾക്കാരോട് കാര്യം പറയണം.
അത് നനഞ്ഞാൽ ഇന്നലത്തെ മയക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. അങ്ങനെ ഇഖ്ലാസോടെ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു തആല എത്രയാണോ അയാൾക്ക് നൽകാൻ വിധിച്ചത് അത് നൽകും. ഇനി കുറവൊന്നും ഉണ്ടാകൂല, കമ്മിയൊന്നും ഉണ്ടാകൂല, അത് അങ്ങനെ തന്നെ കൊടുക്കും. അപ്പൊ സാമ്പത്തിക മേഖലയിലും ശാരീരിക മേഖലയിലൊക്കെ നമ്മുടെ പ്രവർത്തനം മരണാനന്തരം ഉപകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാകണം. ജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് ബാധ്യതകൾ വയ്യാവേലിയാക്കി വെക്കുന്നവരിൽ നമ്മൾ ആരും ഉൾപ്പെടാൻ പാടില്ല. അതേ സമയത്ത് വൽ ആജിസു, ഈ ദുനിയാവിൽ ജീവിക്കുന്ന ആളുകളിൽ ദുർബലനായ വ്യക്തി, ശക്തിയില്ലാത്ത ആള്, ബുദ്ധി കുറഞ്ഞ ആള് ആരാണ്? മൻ അത്ബഅ നഫ്സഹു ഹവാഹാ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വന്തം ശരീരത്തെ ഇച്ഛക്കനുസരിച്ച് കൊണ്ടുപോയി. ഓരോ പ്രായത്തിലും എന്താണോ തോന്നുന്നത് അതങ്ങനെ ചെയ്തു. ഇപ്പൊ ഞാൻ ഏകദേശം ഒരു 10-25 വയസ്സായ പ്രായമല്ലേ. ഇപ്പൊ ഈ ഒരു ബാക്കിയുള്ള ആളുകളൊക്കെ ആസ്വദിക്കുന്ന ആസ്വാദനം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ വയസ്സ് കഴിഞ്ഞാൽ കിട്ടൂലല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ പോട്ടെ. ഇപ്പൊ ഞാനൊരു 35 വയസ്സ്, നല്ല രക്തത്തിളപ്പുള്ള കാലല്ലേ. ഇവരെ കൂടെ ഇങ്ങനെ ദീന് പ്രവർത്തിച്ചിട്ട് കുറെ ഇബാദത്തും ചെയ്ത് കുറെ പരലോകത്തേക്ക് സമ്പാദിക്കുന്നതിന് പകരം പരലോകത്തുള്ള സമ്പാദിക്കുക 45-50 ആകുമ്പോ അങ്ങനെയാണ് തീരുമാനിക്കുക. ഇപ്പൊ എന്തെങ്കിലും കുറച്ച് ദുന്യാവ് ഉണ്ടാക്കാൻ നോക്കട്ടെ. അത് നിസ്കാരം മുടങ്ങിയാലും കുഴപ്പമില്ല, നോമ്പ് മുടങ്ങിയാലും കുഴപ്പമില്ല, ബാക്കിയുള്ള നിർബന്ധങ്ങളും സുന്നത്തുകളും ഒന്നും പോയാൽ കുഴപ്പമില്ല. അങ്ങനെ അവന്റെ താല്പര്യത്തിനനുസരിച്ച് അവന്റെ ശരീരത്തെ കൊണ്ടുപോയി. എന്നിട്ട് ആ മനുഷ്യന്റെ ഒരു അവസ്ഥ നോക്ക് നിങ്ങൾ. അള്ളാഹുവിൽ നിന്ന് അവൻ ഒരുപാട് ആഗ്രഹങ്ങൾ. സ്വർഗത്ത് പോകണം, എനിക്ക് നാളെ ആഖിറത്തിൽ അർശിന്റെ തണൽ ഒരുമിച്ച് വിടണം, എനിക്ക് നാളെ മുഅ്മിനീങ്ങളൊക്കെ വലിയ വലിയ നൂറോട് കൂടെ പാലം കടന്നു പോകുമ്പോൾ അവരെ കൂട്ടത്തിൽ തന്നെ എനിക്ക് പോകണം, താഴെ കിടക്കുന്ന പാതാളത്തിലേക്ക് ഒരിക്കലും എനിക്ക് വീഴാൻ പാടില്ല, എൻ്റെ ഈ കൈകൊണ്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഹൗലിൽ നിന്ന് കോപ്പ വാങ്ങി കുടിക്കണം. താല്പര്യങ്ങളേറെ. പക്ഷെ ആ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇപ്പുറത്ത് എന്താ ഉള്ളത് നമ്മൾ വീക്ഷിക്കേണ്ട ഒരു വീക്ഷണമാണ്. നമ്മൾ ദുർബലരാകാൻ പാടില്ല. ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കുന്ന നല്ല ആളുകളാകണം. ആ ആഖിറത്തിന്റെ അധ്വാനമാണ് നമ്മുടെ പൂർവികരൊക്കെ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ വെച്ചത്. പഴയ കാലത്ത് ഒരു കൃഷി എടുക്കുന്ന ആളെ നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ. ഈ നാട്ടിൽ തന്നെ ആയിക്കോട്ടെ, പുറത്തൊന്നും വേണ്ട. ഒരു കൃഷിപ്പണി, ഒരു 1-2 ഏക്കറിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. അങ്ങനെ കുടുംബം പോറ്റുന്നത്. 12-1 മണിയാകുമ്പോ കഞ്ഞി കൊണ്ട് ചെല്ലുമ്പോ പേരക്കുട്ടിയോ ആ വീട്ടിലെ ഉമ്മയോ ഉമ്മാമയോ ആരാകട്ടെ, ഇനി വേലക്കാരനാകട്ടെ, എന്താ കാണുന്നത്? പാടത്തിന്റെ ഒരു വരമ്പത്ത് ഇനിയും പണി ചെയ്യാനുള്ളത് കൊണ്ട് തോർത്തുമുണ്ട് വിരിച്ച് ഒരു തുണി എടുത്ത്, ഡ്രസ്സൊന്നും കൂടുതൽ ഉണ്ടാകൂലല്ലോ, അപ്പൊ ഒരു തുണി ഇങ്ങനെ ഒരു തോളിലൂടെ ഒരു ഷാളും ഇട്ട് ആ പാടത്തിന്റെ വരമ്പത്ത് ഖിബിലാക്കും തിരിഞ്ഞ് നിസ്കരിക്കാണ്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കഞ്ഞി കുടിക്കാണ്. അസ്റാകുമ്പോഴേക്ക് അവർ വീട്ടിലെത്താണ്, അസ്ർ നിസ്കരിക്കാണ്. ഈ ദുന്യാവിന് വേണ്ടിയുള്ള സമ്പാദ്യത്തിൽ അവർക്ക് ആഖിറത്തിലേക്കുള്ള അമൽ ഒന്നും തടസ്സമായിട്ടില്ല. അങ്ങനെ ജീവിക്കുന്ന ആൺകുട്ടികളാകാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഖുർആൻ കുറച്ച് ആൺകുട്ടികളെ പറ്റി പറഞ്ഞ വർത്തമാനം അങ്ങനെയാണ്. അല്ലാഹു തആല അവരെ പറ്റി അങ്ങനെ പറഞ്ഞ റിജാലുൻ, അവർ ആൺകുട്ടികളാണ്. ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഈതാഇസ് സക്കാ. ദുനിയാവിലുള്ള എന്ത് ഏർപ്പാടാകട്ടെ, ബൈ ആകട്ടെ, തിജാറത്താകട്ടെ, കച്ചവടമാകട്ടെ, മറ്റു ബിസിനസ്സുകളാകട്ടെ, ഏതും അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ഒരിക്കലും അവരെ ശ്രദ്ധ മാറ്റിയിട്ടില്ല. എന്താണ് ആൺകുട്ടികളെ ചുറുക്ക്? ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉൻ. എത്ര വലിയ ബിസിനസ് ആണെങ്കിലും ഏക്കർ കണക്കിന് കാരക്കത്തോട്ടവും മുന്തിരിത്തോട്ടവും നടത്തുന്നവരല്ലേ അവര്. പക്ഷെ ഒരിക്കലും അല്ലാഹു തആലാനെ ഓർക്കുന്ന വിഷയത്തിൽ നിന്ന്, ദിക്റിൽ നിന്ന്, ഇനി ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്ത് ഒരു കാര്യം മുഷാവറ ചെയ്യാനാ വിളിച്ചെങ്കിൽ അതിനുപോലും സഹാബത്തിനോടൊക്കെ വരാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഒരു അനൗൺസ്മെന്റ് നടത്തി. എന്നാ പോലും അവരാ തോട്ടത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൂല, അവരിങ്ങനെ ആസ്വദിച്ചു നിൽക്കൂല. ഉടനെ പുറപ്പെടും.
അതാണ് അവരുടെ ശ്രദ്ധ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കി വലിയ ബഹുമാനം മലക്കുകൾ നൽകിയത്. ബഹുമാനപ്പെട്ട ഹൻദലത്തുൽ ഗസീൽ റളിയല്ലാഹു അൻഹു, വസീലുൽ മലായിക, മലക്കുകൾ കുളിപ്പിച്ച മഹാനാണ് ഹൻദല റളിയല്ലാഹു അൻഹു. മലക്കുകൾ ഇങ്ങനെ ഹൻദല റളിയല്ലാഹുവിനെ കുളിപ്പിക്കുന്നുണ്ട് എന്ന് സ്വഹാബത്തിനോട് പറഞ്ഞപ്പോ സ്വഹാബത്ത് പോയി നോക്കുമ്പോൾ വെള്ളം ഇങ്ങനെ പൊട്ടി ഒഴുകുന്നത് കണ്ടു, തലയിലൂടെയും ശരീരത്തിലൂടെയൊക്കെ. വെള്ളം ഒഴിക്കുന്ന ആളുകൾ അവർ കാണുന്നില്ല, മലക്കുകളല്ലേ. വെള്ളം ഒഴുകുന്നത് ഇങ്ങനെ കാണുന്നുണ്ട്. വീട്ടിൽ പോയി അന്വേഷിക്കാൻ പറഞ്ഞപ്പോ, വീട്ടിലെത്തിയപ്പോ സഹധർമ്മിണി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എൻ്റെ ഭർത്താവ് വിശ്രമ നേരത്ത് ഞാനുമായി സല്ലപിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തു നിന്ന് തങ്ങൾ വിളിക്കുന്നു എന്നുള്ള വിളിയാളം കേൾക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ അനൗൺസ്മെന്റ് ഒരു സ്വഹാബി വന്ന് പറയുമ്പോ കേൾക്കുമ്പോ, ഞാനൊരു 10 മിനിറ്റ് കൂടി ഇവിടെ താമസിച്ചു പോയാൽ ഒരു പക്ഷേ എനിക്ക് ആ വിളിക്ക് ഉത്തരം ചെയ്യാൻ കഴിയൂല എന്ന നിലക്ക് കുളിക്കാനും കൂടി നിൽക്കാതെ എന്തിനാണാവോ വിളിച്ചത് എന്ന് കരുതിയിട്ട് ഓടി വന്നതാണ്. ആ മഹാനുഭാവനാണ് ഷഹീദായി കിടക്കുന്നത്. ഷഹീദിനെ കുളിപ്പിക്കാൻ പാടില്ല, അയാൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. ഷഹീദിനെ ആ ബഹുമാനത്തോടെ തന്നെ ആ ഡ്രസ്സിൽ തന്നെ മറവെയ്യണം. രക്തം പുരണ്ട ഡ്രസ്സിലാണ് നാളെ ആഖിറത്തിൽ അല്ലാഹു തആല അവർ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. പക്ഷെ ആ ഷഹീദിന്റെ ഒരു മധുരം നോക്ക് നിങ്ങൾ. അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ഒരിക്കലും ശ്രദ്ധ മാറാത്ത രൂപത്തിലുള്ള ഒരു പ്രവർത്തനം എത്രമാത്രം വലിയ മഹത്വം. അത് ചെറുതൊന്നുമല്ല. നമ്മൾ കാണേണ്ട കാഴ്ചപ്പാട് എന്താണെന്നറിയോ നിങ്ങൾ? നമുക്ക് അവരെക്കാൾ സൗകര്യങ്ങൾ അല്ലാഹു തആല തന്നിട്ടുണ്ട് അല്ലേ? ഉണ്ട്. നമ്മളെ വീട്ടിലൊക്കെ എവിടെ സഹോദരിമാരുണ്ട്? അവിടെ ഉണ്ട്. നമ്മളെ വീട്ടിലൊക്കെ പഴയ കാലത്ത് ഉമ്മാമ്മമാര് ഉപ്പാപ്പമാര് അവര് കാണാത്ത സൗകര്യങ്ങൾ, സംവിധാനങ്ങളാണ് അല്ലാഹു തആല തന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികളോട് നിങ്ങൾ ഓടക്കുഴൽ വെച്ച് നോക്കുകയാണെങ്കിൽ പലർക്കും അറിയില്ല. ഓടക്കുഴൽ സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുകയില്ലാത്ത അടുപ്പൊക്കെ നമ്മളെ വല്യപ്പാര് കണ്ടോ? എന്തെല്ലാം വീട്ടിന്റെ ഉള്ളിൽ അരക്കാനും അതുപോലെ തന്നെ അലക്കാനും അതുപോലെ തന്നെ ജ്യൂസ് അടിക്കാനും മെഷീനുകൾ എത്രയാ എളുപ്പം നിർവഹിക്കാൻ വേണ്ടി തന്നത്. മുമ്പൊക്കെ അടുപ്പിൽ ഇങ്ങനെ 40 കൊല്ലം ഊതിയിട്ട് വല്യമാരെ കാഴ്ചക്ക് ചെറിയൊരു മങ്ങലേറ്റു. പക്ഷെ ആ കാഴ്ചക്ക് മങ്ങലേറ്റതിനും അള്ളാഹുവിന്റെ അടുക്കൽ കൂലിയുണ്ട്. കുടുംബത്തിന് വേണ്ടിയുള്ള അധ്വാനാണത്. മണ്ണെണ്ണ വിളക്കായിരുന്നു അന്ന് കത്തിച്ചു വെച്ചിരുന്നത്. AC ഒന്നുമില്ല, AC ഒക്കെ സ്വപ്നമായ കാലം. മണ്ണെണ്ണ വിളക്ക്, ആ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ച് വിശറിയും കൊണ്ട് വിശറിയിട്ട് അങ്ങനെ ഉറങ്ങുന്നവര് സുബഹിന്റെ മുമ്പ് തന്നെ വാങ്ക് കേൾക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് ആ വീടൊക്കെ ഭംഗിയാക്കി നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടൊക്കെ സജീവമാക്കിയിരുന്നെങ്കിൽ വിയർപ്പിന്റെ ഒരു അംശം പൊടിയാതെ കിടക്കുന്ന നമ്മൾ, ഒരർപ്പം പോലും ക്ഷീണം വരാത്ത റൂമിൽ കിടന്നുറങ്ങുന്ന നമ്മൾ എഴുന്നേൽക്കുന്നത് ഇന്നും 6 മണിക്കാണ്. ഇന്ന് 6 മണിക്ക് എണീക്കുന്ന ഒരു മനുഷ്യന്റെ സുബഹിയെ പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ. 6 മണി കഴിയുന്ന സമയത്ത് തന്നെ സൂര്യൻ ഉദിക്കുന്നില്ലേ സഹോദരങ്ങളെ? പിന്നെ ആ മനുഷ്യന്റെ സുബഹി പൂർണ്ണമായും അതായി കിട്ടുന്നുണ്ടോ? അല്ല, ഖളായിട്ടല്ലേ പലർക്കും ലഭിക്കുന്നത്. ഒരു വീട്ടിൽ ഒരിക്കലും സുബഹി ഖളാകാതെ അതായി മാത്രം നിസ്കരിക്കുന്ന കുടുംബം, എല്ലാവരും കിടക്കുന്നത് ഫാനിന്റെ ചുവട്ടിലാണ്. ചിലരൊക്കെ കിടക്കുന്നത് AC-യിലാണ്. നല്ല മികച്ച മിനുമിനുത്ത മെത്തയിലാണ് കിടക്കുന്നത്. നല്ല 40,000 50,000 രൂപന്റെ കട്ടിലിലാണ്. ഉപ്പാപ്പമാര് ഉമ്മാമ്മമാര് കിടന്നുറങ്ങിയിരുന്നതോ അവനവന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ആരെങ്കിലും മേടിയുണ്ടാക്കിയ പടിയിലാണ്. പടി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പഴമക്കാർക്ക് മനസ്സിലാവും, പുതിയ ആൾക്കാർക്ക് മനസ്സിലാവാൻ തോന്നുന്നില്ല. പടി ഒരു 3 or 4 പലക ഉണ്ടാവും, സീഡൊന്നും ഉണ്ടാവൂല. ആ പടിയായിരുന്നു പിന്നീട് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ഓരോ വീട്ടിലും ഇനി അങ്ങനെ ആക്കാന്നുള്ളവർക്ക് നീക്കിച്ചിരുന്നു. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അതൊക്കെ തട്ടിപ്പൊളിച്ച് അടുപ്പിലേക്ക് കിട്ടും. ഇപ്പൊ നല്ല നല്ല കട്ടിലാണ്. ഒരു കട്ടിലിന്റെ വില തന്നെ 40,000 റുപ്യ.
പക്ഷെ അതിനനുസരിച്ചുള്ള ബോധം നമുക്കുണ്ടോ എന്നാ ഞാൻ എന്നോട് നിങ്ങളോടും ചോദിക്കുന്നത്. നമ്മൾ ബോധമുള്ളവരാകണം. കച്ചവടം ഏർപ്പാടും ഒരിക്കലും നിസ്കാരത്തിൽ നിന്നോ സക്കാത്ത് കൊടുക്കുന്നതിൽ നിന്നോ ദിക്റിൽ നിന്നോ പിന്തിരിപ്പിക്കാത്ത, ശ്രദ്ധ മാറ്റാത്ത, അങ്ങനെയല്ല അല്ലാഹു പറഞ്ഞ വാക്ക് ലാ തുൽഹീഹിം, അവരെ ശ്രദ്ധ മാറ്റിയിട്ടില്ല. എന്ത് വിഷയം ഉണ്ടെങ്കിലും ഈ വിഷയത്തെ റെഡിയാണ്, അവരൊരുക്കമാണ്, അവര് മുൻപന്തിയിലാണ്, ഒരിക്കലും അവർ മുടങ്ങിപ്പോകൂല. ഇനി ഏകദേശം രാത്രിയൊക്കെ അധ്വാനിച്ചിട്ട് കുറെ സമയം വൈകിട്ട് അങ്ങനെ ഏതെങ്കിലും അമല് ഖളാകുന്ന സ്വഭാവം ഉണ്ടോ? അതുമില്ല. രാത്രിയൊക്കെ വൈകി വീട്ടിലെത്തിയ സ്വഹാബിമാരുണ്ട്. 2-3 ഘട്ടങ്ങളിൽ മദീന പള്ളിയിൽ ഇശാ നിസ്കാരത്തിന് നേരം വൈകിയിട്ടുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു ദിവസം നേരം വൈകിയപ്പോൾ തങ്ങൾ പറഞ്ഞു, നിങ്ങളെപ്പോലെ ഈ ഭൂമുഖത്ത് നിസ്കാരം കാത്തു നിൽക്കുന്ന ആരുമില്ല എന്ന്. കാരണം നേരെ എത്രയും വൈകിയിട്ടുണ്ട്. പെട്ടെന്ന് ജോലിക്ക് രാവിലെ എളുപ്പത്തിൽ പോകേണ്ട, സുബഹിസ്കാരം കഴിഞ്ഞ് ഉടനെ പോകേണ്ട ആൾക്കാരൊക്കെ നിസ്കരിച്ചു പോയി. തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ലല്ലോ എന്ന് കരുതി സ്വഹാബത്ത് അവിടെ ഇങ്ങനെ കാത്തുന്നു. അങ്ങനെ അത് 9 മണി, 10 മണി, 11 മണി, 12 മണി, അർദ്ധരാത്രിയിലേക്ക് നീങ്ങി. അപ്പൊ ഇശാ നിസ്കാരത്തിന്റെ ജമാഅത്തിൽ പങ്കെടുത്തു പോയ ആ മഹാന്മാര് സുബഹിക്ക് കൊണ്ട് പള്ളിയിൽ. നമ്മളെന്താ കാരണം പറയാ? ഇന്നലെ ഇങ്ങനെ ചെറിയൊരു സ്വീപ്പ് പെട്ട് ഇങ്ങനെ സുബഹി തന്നെ പോയി. ഇന്നലെ അവിടെ ഇങ്ങനെ ചെറിയ തിരക്ക് പെട്ടുപോയിട്ട് അതും പോയി. ഇന്നലെ മറ്റേ തിരക്കിൽ പെട്ടുപോയി, അതും പോയി. ആഖിറത്തിന് വേണ്ടിയുള്ള അമല് കുറയുകയാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടോ, നമ്മുടെ നാട്ടിന്റെ പരിസരത്തു നിന്നൊക്കെ എല്ലാ ഉമ്മമാരും, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാര് ശരിക്ക് കേൾക്കണം, മക്കളെയും കൂട്ടി വെക്കേഷനിൽ നല്ല ടൂറ് പോയി. ഭൂമിയൊക്കെ കാണാൻ വേണ്ടി. ആയത്തറിയില്ലേ, സീറൂ ഫിൽ അർളി വൻദുറൂ കൈഫ കാന ആഖിബത്തുല്ലദീന മിൻ ഖബ്ൽ. എന്താ ആയത്തറിയാക്കണത്? അതല്ലേ ആയത്ത് തെളിവായിട്ട് തോന്നുന്നത്. സീറൂ ഫിൽ അർളി എന്നുള്ള ഖുർആനിൽ പറഞ്ഞില്ലേ. ശരി, ആയിക്കോട്ടെ, ഭൂമിയൊക്കെ സഞ്ചരിച്ചു. പക്ഷെ ഭൂമിയിൽ പോയി തിരിച്ചു വന്നിട്ടുള്ള ഹാലെന്താ? നിസ്കാരങ്ങൾ എന്ന് പറയുന്ന സംഗതി തീരെ ഇല്ലതില്. 200-300 ദൂരം യാത്ര പോയ ആൾക്കാർക്ക് കസ്റാക്കാനുള്ള ഒരു എളുപ്പം ഇസ്ലാം നൽകിയില്ല. അതും കൂടി നിസ്കരിച്ചില്ല. എന്നിട്ട് അത് ആരെ കൂടെ പോയത്? ഈ മദ്രസയിൽ പോകുന്ന ചെറിയ മക്കളെ കൂടെ. തിരിച്ചു വന്ന് നോക്കുമ്പോഴുള്ള ഹാലെന്താ? തിരിച്ചു വന്ന് നോക്കുമ്പോഴുള്ള ഹാൽ ഇതാണ്. ആ പോയ പോക്കുകൊണ്ട് ആകെ കിട്ടിയ ലാഭം എന്താണ്? 5 വക്ത് നിസ്കാരം പോയി. അതാണ് ആകെ കിട്ടിയത്. കാഴ്ച സ്ഥലങ്ങളോ കണ്ടു. നല്ല എയർ കണ്ടീഷൻ റൂമിലാണ് ഉറങ്ങിയതൊക്കെ. മൊത്തം ചെലവൊക്കെ കൂട്ടി നോക്കുമ്പോൾ ഒരു ഏകദേശം ഒരു 1 ലക്ഷത്തിന്റെ അടുത്തൊക്കെ ഉണ്ട്. നല്ല എയർ കണ്ടീഷൻ ബസ്സിലാ പോയതൊക്കെ റെഡി. പക്ഷെ അതിൽ ആകെ ഒരു കുറവ് വന്ന ഒരു സംഗതി, ആഖിറത്തിലേക്ക് തിളക്കമാറുന്ന അമലാകുന്ന നിസ്കാരമില്ല. അതാണ് അതിലാകെ പോയത്. അതോടുകൂടി ഒക്കെ പോയില്ലേ? എല്ലാം പോയില്ലേ സഹോദരങ്ങളെ? നിസ്കാരമില്ലാത്ത ഒരു മനുഷ്യന്റെ ബാക്കിയുള്ള അമലിന് എന്ത് വിലയുള്ളത്? നിസ്കാരമില്ലാതെ ഒരാൾ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്തു വെച്ചു എന്ന് കൂട്ടിക്കോളൂ, അവന്റെ ഒരു അമലും പരിഗണിക്കൂല എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, താരിഖു സ്വലാത്തിനെ പറ്റി നിങ്ങൾ എന്താ പറയുന്നത്? ആരോഗ്യം ഉണ്ടായിരിക്കെ നിസ്കാരം ഒഴിവാക്കുന്ന ആളെ പറ്റി എന്താ പറയുന്നത്? ഹൽ യുഖ്ബലു മിൻഹു തൗഹീദു ഔ ലാ, ആ മനുഷ്യനിൽ നിന്ന് തൗഹീദ് സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ? ആരോഗ്യം ഉണ്ടായിരിക്കെ നിസ്കാരം ഒഴിവാക്കിയ ആള്. ഞാനീ പറഞ്ഞ യാത്രക്കാരൊക്കെ അതിൽപ്പെട്ടതാണ്. അവനിൽ നിന്ന് ബാക്കിയുള്ളതൊക്കെ സ്വീകരിക്കുമെന്ന് വെച്ചപ്പോ മഹാനവറുകളുടെ മറുപടി എന്റെ മറുപടി അല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ മറുപടി, മല്ലാ സ്വലാത്ത ലഹു, നിസ്കാരമില്ലാത്തവനിൽ ആ തൗഹീദ ലഹു, യഥാർത്ഥ വിശ്വാസല്ല. നിസ്കാരമില്ലാത്തവന് യഥാർത്ഥ തൗഹീദില്ല. വമല്ലാ സ്വലാത്ത ലഹു ലാ സകാത്ത ലഹു, നിസ്കാരമില്ലാത്തവന് സകാത്തുല്ല. വമല്ലാ സ്വലാത്ത ലഹു ലാ സിയാമ ലഹു, നിസ്കാരമില്ലാത്തവന് നോമ്പും ഇല്ല. എന്ന് പറഞ്ഞാൽ അവന്റെ നോമ്പിനും മറ്റൊന്നും ആഖിറത്തിൽ പരിഗണനയില്ല.
ആദ്യം തന്നെ മുന്നോട്ട് വെക്കുന്ന നിസ്കാരമല്ലേ? ആ നിസ്കാരത്തെ കുറിച്ചുള്ള ചോദ്യത്തിൽ ആള് ഏറെക്കുറെ ശ്രദ്ധിച്ച് പരിപാലിച്ച് പൂർത്തീകരിച്ച ആളാണോ? ബാക്കിയുള്ള അമലുകൾ മുഴുവനും സ്വീകരിക്കപ്പെടാൻ അതൊരു കാരണമാണ്. അതേ സമയത്ത് പ്രായപൂർത്തിയും പക്വതയും എത്തിയതിനു ശേഷം നോക്കുമ്പോ ആ വിഷയത്തിലാണ് ഏറ്റവും വലിയ കുറവുള്ളത്, ഏറ്റവും വലിയ വീക്ക്നെസ് ഉള്ളത് ആ വിഷയത്തിലാണ്. ധാരാളം സുഹൃതങ്ങൾ വേറെ ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഒരു ഭാഗത്ത് നിർത്തപ്പെടുകയാണ്. കാര്യമായതിന് സ്വീകരണമില്ല. നിസ്കാരമില്ലാത്ത ഗതി അങ്ങനെ, അവന്റെ അവസ്ഥ എങ്ങനെയാണ്? ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളായി തീരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നിസ്കാരമില്ലാത്ത ആളെ ഒന്നിനും പറ്റൂല. അതുകൊണ്ടല്ലേ നിങ്ങൾ ഖുർആനിൽ നമ്മൾ വെള്ളിയാഴ്ച ഒക്കെ കേൾക്കലുണ്ടല്ലോ പള്ളിയിൽ നിന്ന്, തൗറാത്തിലും ഇഞ്ചിയിലും ഒക്കെ അള്ളാഹു തആല പഠിപ്പിച്ച 4 ആയത്തുണ്ട് ഖുർആനിൽ. തൗറാത്തിലുണ്ടായത്ത്, ഇഞ്ചിയിലുണ്ടാ 4 ആയത്ത്. ഏതാ 4 ആയത്ത്? വെള്ളിയാഴ്ച കേൾക്കലുണ്ടല്ലോ, ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസ്വല്ല ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറും വഅബ്ഖാ. ഈ 4 ആയത്തും തൗറാത്തിലുണ്ട്, ഇഞ്ചിയിലുണ്ട്, ഖുർആനിലുണ്ട്. അത് 7 ഉണ്ട്. ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊല സുഹുഫി ഇബ്രാഹിമ മൂസ. പൂർവിക ഗ്രന്ഥങ്ങളിലൊക്കെ അള്ളാഹു പഠിപ്പിച്ച ഒരു ആശയാണത്. നല്ല ഈമാനോടെ നടന്നവൻ വിജയിച്ചു. ഖദ് അഫ്ലഹ മൻ തസക്ക, മനസ്സ് ശുദ്ധിയാക്കിയ ആള്, അള്ളാഹുവിൽ വിശ്വസിച്ചു, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചു, അവൻ ജയിച്ചു. പക്ഷേ വിശ്വസിച്ചാ മാത്രം ജയിച്ചു എന്നല്ല പറഞ്ഞത്, കൂടെ വദക്കറ സ്മ റബ്ബിഹി, ഉള്ളിലുള്ള വിശ്വാസം നാവ് കൊണ്ട് തുറന്നു പറഞ്ഞു. അതാ ഷഹാദത്ത് കലിമ. പിന്നെ ഒരൊറ്റ അമലാണ് അള്ളാഹു എണ്ണി പറഞ്ഞത്, ഫസ്വല്ല, നിസ്കരിക്കുകയും ചെയ്തു. വേറെ ഒന്നും എണ്ണി പറഞ്ഞില്ലല്ലോ. അതാണ് പ്രധാനമായിട്ട് എണ്ണി പറഞ്ഞത്. എന്താ അതിന്റെ അർത്ഥം? ഈമാനൊക്കെ ഉണ്ട്, ഇസ്ലാമിന്റെ മെമ്പറൊക്കെ തന്നെയാണ്, പക്ഷേ നിസ്കാരമല്ല. ബാക്കിയുള്ള സംഗതികളൊന്നും ഉണ്ടായിട്ടും കാര്യമില്ല നിസ്കാരമില്ലാതെ. അതുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയത്തിൽ വളരെ ജാഗ്രത പുലർത്തണം. ആഖിറത്തിന് വേണ്ടി ചെയ്യുന്ന അമലുകളിൽ ഇത്രയേറെ ശ്രേഷ്ഠതയുള്ള ഒരു അമല് വേറെ ഇല്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്ക്, നിസ്കാരമില്ലാത്ത ഒരു മനുഷ്യൻ നരകത്തിൽ കിടന്നാൽ നരകത്തിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ വലിയ പണിയാണ്. അതേ സമയത്ത് തെറ്റുകുറ്റങ്ങളെ പേരിൽ നിസ്കാരമുള്ള ഒരാൾ നരകത്തിൽ പ്രവേശിക്കപ്പെട്ടു നോട്ടിക്കോളൂ. എന്നാൽ അയാളെ ശരീരത്തിൽ നിന്ന് നരകം തൊടാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ 7 അവയവങ്ങളാണ്. ഇമാം ബുഖാരി സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. 7 അവയവങ്ങൾ നരകം തൊടൂല. ഏതാണ് 7 അവയവങ്ങൾ? സുജൂദിൽ വെച്ച് 7 അവയവങ്ങളാണ്. അവന്റെ പള്ളഭാഗം കത്തിക്കരിഞ്ഞിട്ടുണ്ടെങ്കിലും, അവന്റെ ശരീരത്തിന്റെ പുറം ഭാഗത്ത് കരിച്ചിൽ വന്നിട്ടുണ്ടെങ്കിലും, പെരടിയിലൊക്കെ നരകത്തിന്റെ പാടുണ്ടെങ്കിലും, അള്ളാഹുവിന്റെ മുന്നിൽ വെച്ച നെറ്റിയില്ലേ, അള്ളാഹുവിന്റെ മുന്നിൽ വെച്ച നെറ്റിയില്ലേ, ആ നെറ്റിക്ക് നരകത്തിന്റെ തീ ബാധിക്കൂല. 2 കൈകളില്ലേ, മുൻകൈകൾ, ഈ 2 കഫിനും നരകം ബാധിക്കൂല. 2 കാൽമുട്ടുകളില്ലേ, ആ 2 കാൽമുട്ടിനും നരകം തൊടൂല. 2 ചെരുപ്പടിക്കാലിന്റെ പള്ളകളില്ലേ, നരകം തൊടുകയില്ല. നരകത്തിൽ നിന്ന് അവസാനം സ്വർഗത്തിലേക്ക് കൊണ്ടുവരപ്പെടുന്ന ആളെ ചിത്രവും ഹദീസിലുണ്ട്. അയാള്